ഇലക്ഷനിൽ ജയിക്കുവാൻ വേണ്ടി BJP വ്യാപകമായി കള്ളവോട്ടുകൾ ചേർക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി. കേരളത്തിൽ നിന്നുള്ള BJPയുടെ നേതാവായ ഗോപാലകൃഷ്ണൻ്റെ പഴയ ഒരു വീഡിയോയും കാണിച്ചാണ് രാഹുൽ ഗാന്ധി ഈ പ്രചരണം ഏറ്റെടുത്തിരിക്കുന്നത്. അതിനകത്ത് യാതൊരു സംശയവുമില്ല, ജയിക്കാൻ വേണ്ടി വ്യാപകമായി ഞങ്ങൾ വോട്ട് ചേർക്കും. ഞങ്ങൾ ജയിക്കാൻ ഉദ്ദേശിച്ച മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവന്ന് ഒരു വർഷം താമസിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കും. ഒരു സംശയമില്ല. He's saying it. He knows it. And we've proved it. Do you have any doubts? അതിനകത്ത് Now listen to this. കൂടാതെ BJP ജയിച്ച ചില മണ്ഡലങ്ങളിൽ ബ്രസീലിയൻ താരങ്ങൾ വരെ വോട്ട് ചെയ്തതായും രാഹുൽ ഗാന്ധി ആരോപിക്കുന്നു. Who is this lady? How old is she? Which state does she come from? What's her name? Can anyone try? Where is she from? Try. Give me some guesses. कहाँ की लगती हैं? Anybody? Goa? Maharashtra? North? Is she from Haryana? You sure? You're absolutely sure she's not from Haryana? Okay, but she votes 22 times in Haryana. And she votes in 10 different booths in Haryana. And she's got multiple names. Seema, Sweetie, Saraswati, Rashmi, Vimla. Now what's interesting about this and why I'm opening with this slide. Go back please. Why I'm opening with this slide is, so last guesses, I'm going to give a prize if anybody can guess this. Anybody? She's from Brazil. She's a Brazilian model. That's a stock photograph. And she's one of 25 lakh such records in Haryana. If you scan that, this opens. That's her official page. ഇതുപോലെ ഇന്ത്യയിൽ വോട്ടർ പട്ടികയിൽ കൃത്രിമങ്ങൾ കാട്ടിക്കൂട്ടിയാണ് BJP ഇലക്ഷനിൽ ജയിക്കുന്നതെന്നും ഇതുപോലെയാണ് ഇവർ ഭരണം തുടർച്ച നിലനിർത്തുന്നതെന്നും രാഹുൽ ഗാന്ധി ആരോപിക്കുന്നു. ശുദ്ധമായ ഇലക്ഷനാണ് ഇന്ത്യയിൽ നടന്നതെങ്കിൽ മോദി ഒരിക്കലും അധികാരത്തിൽ എത്തുകയില്ലായിരുന്നുവെന്നും ഇദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ഇതുപോലെ വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിച്ചതുകൊണ്ട് മാത്രമാണ് മോദി അധികാരം നിലനിർത്തുന്നതെന്നും അദ്ദേഹം ആരോപിക്കുന്നു.